ഹലോ ഗായ്സ്, വെൽക്കം ടു സിംസ് ബക്കറ്റ് ലിസ്റ്റ്. അങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് നോർത്ത് ഇന്ത്യ പോകുന്ന കാഴ്ചകളാണ്. നമ്മൾ അമൃത്സറിലാണ് ഇപ്പോൾ. ഗോൾഡൻ ടെമ്പിൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിരുന്നു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് വാഗാ ബോർഡറിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ വാഗാ ബോർഡറിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞു. ഇതാണ് ഐഡ കഫേ, ഇന്ത്യാസ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് കഫേ. അതായത് ഇന്ത്യയിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ ഉള്ള ഫസ്റ്റ് കഫേയും ഇന്ത്യയിൽ നിന്ന് പുറത്തോട്ട് ബോർഡർ കടന്ന് പോകുമ്പോൾ ഉള്ള ലാസ്റ്റ് കഫേയും. കൊള്ളാം അല്ലേ കോൺസെപ്റ്റ്? ഇതൊക്കെ അങ്ങനെ തന്നെ. ഷാഹി ഇന്ത്യാസ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് റെസ്റ്റോറൻറ്റ്. ഇവിടെ സെറമണി കാണാൻ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അട്ടാരി വാഗാ ബോർഡർ. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻ്റൊക്കെ എനിക്കുണ്ട്. അപ്പം ഇവിടെ BSFൻ്റെ എന്നും തന്നെ എല്ലാ ദിവസവും തന്നെ പരേഡ് നടക്കുന്നുണ്ട്. അത് കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ വലിയൊരു സ്റ്റേഡിയം പോലെയാണ് കെട്ടിയിരിക്കുന്നത്. ആ കാണുന്നതാണ് പാകിസ്ഥാൻ. empty ആയിട്ട് കിടക്കുന്ന ഏരിയയാണ് പാകിസ്ഥാൻ്റെ ഏരിയ. ആ നടുക്ക് കാണുന്നതാണ് നമ്മുടെ ഗേറ്റ്. അതിൽ നിന്ന് അപ്പുറത്തുനിന്ന് ലാഹോർ എന്നുള്ള ആൾക്കാർ വിസിറ്റ് ചെയ്യാൻ പോയവർ ഇതിലോട്ട് കടക്കുന്ന കാണുന്നുണ്ട്. അത് എന്താണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. എന്തുകൊണ്ടാണ് അവരെ കടത്തി വിട്ടതെന്ന് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിയിട്ടില്ല കേട്ടോ. അങ്ങനെ പരേഡിൻ്റെ ആദ്യം തുടങ്ങുന്നത് തന്നെ സാധാരണ സിവിലിയൻസിന് ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും തന്നെ അവിടെ ഫ്ലാഗ് പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരേഡിന് നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് സ്കൂൾ ടീച്ചേഴ്സ് ആവാം, NCC സ്റ്റുഡൻസ് ഉണ്ട്, അങ്ങനെ പലരും പ്രൊഫഷണൽസ് ആയിട്ടുള്ള പലരും ഉണ്ട് കേട്ടോ. അത് ആരൊക്കെയാണെന്നൊന്നും അവർ ക്ലാരിഫൈ ചെയ്ത് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഒബ്വിയസ്ലി അവരുടെ യൂണിഫോം ഇട്ട് സോൾജിയേഴ്സ് നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും യെസ് ഇത് BSFൻ്റെ ആൾക്കാരാണ് നടക്കുന്നത്. മറ്റത് ആരാണെന്നുള്ളത് നമ്മളോട് അവർ ക്ലാരിറ്റി ആയിട്ട് പറയുന്നില്ല. ഒന്നാമത് അവിടെ നല്ല ഹൈ വോളിയത്തിൽ പേട്രിയോട്ടിക് സോങ്സ് ഇങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഓൾ ദ ടൈം നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് NCC സ്റ്റുഡൻസ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ഓഡിയൻസിൻ്റെ കൂട്ടത്തിലിരിക്കുന്നവർക്ക് ഇറങ്ങി ചെല്ലാം. ഫ്ലാഗുമായിട്ട് നമുക്കിതേപോലെ അവരുടെ ഇതിനകത്തോട്ട് ഇറങ്ങി ചെന്ന് പരേഡിൽ ആ ഒരു ബോർഡർ അവർ വെച്ചിട്ടുണ്ട്, ബാരിയർ വെച്ചിട്ടുണ്ട്. അതുവരെ നമുക്ക് ഓടിച്ചെന്ന് അവിടെ നിൽക്കാവുന്നതാണ് കേട്ടോ. അവിടെ ആൾക്കാർ നിന്ന് ആ സോങ്ങിനനുസരിച്ച് ഡാൻസ് ചെയ്യുന്നുണ്ട്. അതേപോലെ അവർ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എല്ലാവരും ഈക്വലി എക്സൈറ്റഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആ ഒരു സ്ട്രെങ്ത്ത് ഞാനിപ്പോൾ ഈ വാഗാ ബോർഡറിൽ വന്നപ്പോൾ ഭയങ്കരമായിട്ട് കണ്ടു. അത്രയധികം ജനസമുദ്രമാണ് അവിടെ. മിനിമം ഒരു 10,000 പേര് ചുരുങ്ങിയത് എനിക്ക് തോന്നുന്നത് ആ ഒരു സ്റ്റേഡിയത്തിൽ ഇരിപ്പുണ്ട്. 10,000 പോരാ, അതിൽ കൂടുതൽ ഡെഫിനറ്റ്ലി ഉണ്ടാവും. അൺഫോർച്ചുനേറ്റ്ലി സാഡ് ടു സേ പാകിസ്ഥാൻ്റെ വശത്ത് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനൊരു ഗ്രൗണ്ട് സപ്പോർട്ട് കണ്ടതേ ഇല്ല. പക്ഷെ നമ്മളുടെ സ്ഥലത്ത് ആ ഏരിയയിൽ ഭയങ്കര മാസീവ് സപ്പോർട്ടായിരുന്നു നമ്മളുടെ സൈഡിലുള്ള എല്ലാവരും തന്നെ കാഴ്ചവെച്ചത്. BSFൻ്റെ സ്റ്റാഫാണ് എനിക്ക് തോന്നുന്നത്. ഓരോ റാങ്കിങ്ങിലുള്ള ഓഫീസേഴ്സ് ലെവലിലും അതുപോലെ അതിൻ്റെ ജൂനിയർ ലെവലിലും ഉള്ള ആൾക്കാരാണ് ഫസ്റ്റ് വന്ന് പോകുന്നത് കേട്ടോ. അപ്പം അവിടെ ഒരു മെയിൻ ഓഫീസർ നിന്ന് ആ പൊക്കമുള്ളൊരു മനുഷ്യനെ കണ്ടോ, ആ പുള്ളിയാണ് നിന്ന് ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുക്കുന്നത് പരേഡിലുള്ള എല്ലാ വ്യക്തികൾക്കും. അങ്ങനെ ഇത് ജൂനിയർ ലെവലിലുള്ള റാങ്കിങ്ങിലുള്ള ഓഫീസേഴ്സ് പോലെ ഉള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ളവരാണ് ആദ്യം വന്നത്. ഇന്ത്യയുടെ ഫ്ലാഗിനോടൊപ്പം അവർ വീശി കാണിക്കുന്ന BSFൻ്റെ ഫ്ലാഗാണ്. അങ്ങനെ അടുത്തത് വരുന്നത് ആരാണെന്ന് നോക്കൂ. നല്ല ഗജ വീരന്മാരുള്ള ഡോഗ്സ് ആണ് കേട്ടോ. അവരും ഓഫീസർ റാങ്കിലുള്ള കമാൻഡോസ് ആണ്. അവരാണ് അടുത്തത് വരുന്നത്.
നല്ല ജർമ്മൻ ഷെപ്പേർഡ്സ് ആണ്. കാണാൻ എന്തൊരു ഭംഗിയല്ലേ അവന്മാരെ. എന്തൊരു ഡിസിപ്ലിനായിട്ടാണെന്നറിയോ അവർ നടക്കുന്നത്. ലാസ്റ്റ് അവർ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒന്ന് കിടന്ന് നമസ്കരിക്കുന്ന പോലെ ഒന്ന് കിടന്നായിരുന്നു. പക്ഷേ എനിക്കത് എടുക്കാൻ കഴിഞ്ഞില്ല ഗൈസ്. ഐ എം സോ സോറി. അത് ഞാൻ ജസ്റ്റ് മിസ്സായിപ്പോയി. അങ്ങനെ ദാ ഫൈനലി ആ ബോർഡറിൻ്റെ അവിടുത്തെ ഗേറ്റ് തുറന്നിട്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഗൈസ് എൻ്റെ ഉള്ളിൽ നിന്ന് പോയി കേട്ടോ. ഞാനിങ്ങനെ അവിടെ ഇരുന്നപ്പോൾ ആലോചിക്കുകയായിരുന്നു, ഒറ്റ സെക്കൻഡ് പോലെ അവർക്ക് ഇങ്ങോട്ടൊരു ചെറിയ ബോംബെറിയാമെന്ന്. സെക്യൂരിറ്റിയാണ്, ഫുൾ സെക്യൂരിറ്റിയാണ്, എങ്കിൽ പോലും അവിടെ നിന്നൊരു ഏറ് തന്നാൽ മതിയല്ലോ എന്ന് ഞാനിങ്ങനെ അവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാതെ ഇരുന്നില്ല. എന്നാലും അതൊരു ഭയങ്കരമായ കാഴ്ച തന്നെയായിരുന്നു കേട്ടോ, ആ ബോർഡറിൻ്റെ ഗേറ്റ് തുറന്നിട്ടതും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെയൊക്കെ പറയുമെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മളേതോ ഒരു സിനിമയിൽ കണ്ടിട്ട് പോലെയുള്ള, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ടിക്കറ്റ് 43 എന്ന് പറഞ്ഞൊരു സിനിമയായിരുന്നു അത്. ഒരു നല്ല മലയാളം മൂവിയായിരുന്നു, പൃഥ്വിരാജ് അഭിനയിച്ചത്. അതിൽ ഓപ്പോസിറ്റ് സൈഡിലുണ്ടായിരുന്ന ഐ കാൺ റിമെമ്പർ ജാവേദ് ആയിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതായാലും അതിനകത്ത് ഇതേപോലെ ആ രണ്ട് എന്താ പറയുക പട്ടാളക്കാർ തമ്മിൽ അവർ തമ്മിൽ പേഴ്സണലി യാതൊരു ഹേറ്റ്രഡും ഇല്ല. അത് ഇന്ത്യ ആണോ പാകിസ്ഥാനാണോ എന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല. ആ ഹ്യൂമൻ ആയിട്ട് മാത്രം, അതായത് ആ മനുഷ്യത്വം അല്ലെങ്കിൽ ആ മനുഷ്യരാണെന്നുള്ള ആ ഒരു ചിന്ത മാത്രമേ അവരുടെ ഉള്ളിലുള്ളൂ. ഒരു വാർ ഫ്രണ്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ രാജ്യത്തിനെ സംരക്ഷിക്കേണ്ട ആ ഒരു ഘട്ടം വരുമ്പോൾ മാത്രമാണ് അവർക്ക് അവരുടെ ഡ്യൂട്ടി നിർവഹിക്കേണ്ടി വരുന്നത്. അതുവരെ ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഫെസ്റ്റിവൽ സീസണിൽ സച്ച് ആസ് ദിവാളി വരുമ്പോൾ സ്വീറ്റ്സ് അങ്ങോട്ട് കൈമാറും, അതേപോലെ ഇതൊക്കെ വരുമ്പോൾ അവരിങ്ങോട്ട് തരും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സത്യമാണോ എന്ന് അറിയില്ല കേട്ടോ. ആർക്കെനിക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എനിക്കതിനെപ്പറ്റി അറിയില്ല, കേട്ടറിവ് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞതുപോലെ സിനിമയിൽ കണ്ടിട്ടുള്ള പരിചയമുണ്ട്, അത്ര തന്നെയുള്ളൂ. ഒരുപാട് ഇതുപോലെ യൂട്യൂബിലും അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ പരേഡിൻ്റെ ഇതൊക്കെ കാണുന്ന പല അവസരങ്ങളിൽ അങ്ങനെ ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒന്ന് ശരിയാണ്, എല്ലാവരും മനുഷ്യർ തന്നെ, അവരുടെ ഉള്ളിൽ പേഴ്സണലി ഒരു വൈരാഗ്യവും ഇല്ലല്ലോ. ഇത് രാജ്യത്തിന് വേണ്ടിയുള്ള യുദ്ധത്തിൻ്റെ കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ സംരക്ഷണത്തിൻ്റെ കാര്യം വരുമ്പോഴാണ് അവർ റിയാക്ട് ചെയ്യുന്നത്. അതുവരെ ഇപ്പോൾ കണ്ടോ, ബോർഡറിൻ്റെ ആ ഗേറ്റ് തുറന്നിട്ടിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള പട്ടാളക്കാർ അവിടെ ബോർഡറിൽ നിന്നിട്ടാണ് വരെയും ചെന്നിട്ടാണ് ആ ഫുൾ അവരുടെ പെരേഡിൻ്റെ എല്ലാം പെർഫോം ചെയ്യുന്നത്. അവിടെയും എന്തോ കുറച്ച് പെർഫോമൻസ് നടക്കുന്നുണ്ട് അപ്പുറത്തെ സൈഡിൽ. നമുക്ക് അത്ര ക്ലാരിറ്റി ഇല്ലെങ്കിൽ കൂടിയും അവിടെ അങ്ങനെ കാര്യമായിട്ട് ഒന്നും ഇല്ല. ഇന്ത്യയിലുള്ളതിൻ്റെ പകുതിയുടെ പകുതി പോലും ഇല്ല എന്ന് വേണം പറയാനായിട്ട്.
അടുത്തതായിട്ട് ഫ്ലാഗിനെ താഴ്ത്താൻ പോവാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് അവർ ആ ഗേറ്റ് അടയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ആ സമയത്ത് എഴുന്നേറ്റ് നിൽക്കാനായിട്ട് അവർ നിർദ്ദേശം തരുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്യുക ഫ്ലാഗ് താഴ്ത്തുന്ന സമയത്ത്. അങ്ങനെ എല്ലാവരും എഴുന്നേറ്റ് നിന്നു. ഐ എം സോ സോറി ഗൈസ്, എനിക്ക് അങ്ങോട്ട് ഉള്ളിലോട്ട് കടന്നു നിന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയല്ല. ഈക്വലി എല്ലാവരും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ആ ക്രൗഡിനകത്തോട്ട് ഇറങ്ങി ചെല്ലാൻ പറ്റില്ല. എങ്കിൽ പോലും ഇവിടെ നിന്ന് നമുക്ക് കാണാം ആ ഫ്ലാഗ് അവർ താഴ്ത്തിയതിന് ശേഷമാണ് അവർ ആ ഗേറ്റ് അടയ്ക്കുന്നത്. അങ്ങനെ ഫ്ലാഗ് താഴ്ത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി അവർ 2 സൈഡിൽ നിന്നും ആ ഗേറ്റ് വലിച്ച് അടക്കിയാണ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ആ ഭാഗത്തായിട്ട് 2 സ്ലൈഡിങ് ഗേറ്റ് പോലെയാണെന്ന് തോന്നുന്നു. അവരത് വലിച്ചടയ്ക്കുന്നതായിട്ടാണ് കാണുന്നത്. കുറച്ച് ദൂരമുണ്ട്. നമുക്കിത് ഞങ്ങൾക്ക് ആ VIP സീറ്റിംഗ് അല്ലായിരുന്നു, കുറച്ച് മുകളിലായതുകൊണ്ട് തന്നെ അത്രയ്ക്കുള്ള ക്ലാരിറ്റി കിട്ടുന്നുള്ളൂ. നമുക്ക് ഗേറ്റ് അടയ്ക്കുന്നതിൻ്റെയൊക്കെ ക്രൗഡ് കണ്ടോ, എന്തൊരു സപ്പോർട്ടാണെന്ന് നോക്കൂ. ഇന്ത്യയുടെ വശത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സപ്പോർട്ടാണ്. ആൻഡ് ഐ ഹോപ്പ് ഗൈസ് നിങ്ങളെല്ലാവരും വാഗാ ബോർഡർ കാഴ്ചകൾ എൻജോയ് ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ പലരും വാഗാ ബോർഡർ കാണാൻ പോയവരുണ്ടാവാം, ചിലരെങ്കിലും പോകാത്തവരുണ്ടാവാം. അവർക്കിതൊരു നല്ല കാഴ്ചയായിരിക്കും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് അമൃത്സർ അല്ലെങ്കിൽ വാഗാ ബോർഡർ എന്ന് പറയുന്ന ആ ഒരു സംഭവം. അത് കണ്ടിരിക്കേണ്ടതാണ്. നമ്മളിൽ ഓരോരുത്തരും ഉള്ളിൽ ആ ഒരു പേട്രിയോട്ടിക് ആ ഒരു ഫീലിംഗ് തന്നെ അവിടെ ഇരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് ഭയങ്കരമായിട്ട് വരും. കണ്ടോ, ഗേറ്റ് അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, സ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് 2 സൈഡിൽ നിന്നും. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ് ഗൈസ്. ഇനിയും നമ്മുടെ യാത്രകൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അടുത്ത യാത്ര എങ്ങോട്ടാണെന്നല്ലേ? അടുത്ത നമ്മളുടെ ഈ യാത്ര കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് മണാലിയിലേക്കാണ്. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അൺടിൽ ദെൻ ടാറ്റാ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ ഗൈസ്.